പ്യാരെ ബച്ചോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, നമ്മുടെ ഹമാരാ വതൻ എന്നുള്ള പാഠഭാഗത്തിൻ്റെ തഅലീമി സർഗർമികളാണ് നമ്മൾക്കിന്ന് നോക്കേണ്ടത്, അല്ലേ? അപ്പോൾ നോക്കൂ, ആദ്യത്തെ സർഗർമി എന്താണെന്ന്. നസ്മ പ്യാരാ വതൻ തറന്നം കെ സാത്ത് പേഷ് കീജിയേ. എന്താ പറഞ്ഞത്? പ്യാരാ വതൻ എന്നുള്ള നസ്മ നല്ല രീതിയിൽ ആലപിക്കുക. അടുത്തത്, അല്ലെങ്കിൽ നല്ല രീതിയിൽ അവതരിപ്പിക്കുക കേട്ടോ. അടുത്തത് നോക്കൂ. വോ ബാओ में कोयल वो जंगल के मोर वो गंगा की लहरें वो जमुना का जोर. ഈ വരികൾ ഏതിലെയാണ്? നമ്മളിപ്പോൾ പഠിച്ചതാണ് അല്ലേ? നമ്മളിപ്പോൾ പഠിച്ച ഹമാരാ വതനിലെ വരികളാണ് ഇവ. നമുക്കറിയാം. നോക്കൂ, ഇനി എന്താ ചെയ്യേണ്ടത്? ബച്ചോ ഷേർ കോ ഔർ സേ പഠിയേ और इसमें चंद परिंदों और नदियों के नाम आए हैं चुनकर लिखिए. എന്താ പറഞ്ഞത്? കുട്ടികളെ, ഈ വരികൾ വായിക്കുക. എന്നിട്ടോ ഇതിൽ ശ്രദ്ധയോടുകൂടി ഈ വരികൾ വായിച്ചിട്ട് ഇതിൽ കുറച്ച് പരിന്തകളുടെയും പക്ഷികളുടെയും നദികളുടെയും പേരുകൾ വരുന്നുണ്ട്. അവ ഏതൊക്കെയാണെന്ന് തിരഞ്ഞെടുത്ത് എഴുതുക. നമുക്കറിയാമല്ലേ, വളരെ സിമ്പിളാണ്. പരിന്തേ നദിയാം, പക്ഷികൾ, നദികൾ. ഏതൊക്കെയാണ് ഇതിലെ പരിന്തകൾ? അതെ, ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? കോയൽ, മോർ, അതുപോലെ തന്നെ നദികളുടെ പേരായിട്ട് ഗംഗ, അതുപോലെ തന്നെ ജമുന. അപ്പോൾ നമുക്ക് എഴുതാം അല്ലേ? കോയൽ, മോർ, ഗംഗ, ജമുന. ഓക്കെ, അപ്പോൾ ഈ പ്രവർത്തനം കഴിഞ്ഞു. അടുത്ത പ്രവർത്തനം നോക്കാം. നോക്കൂ, നീച്ചെ ദി ഗൈ ഫഹർസത് കോ പൂരാ കീജിയേ. താഴെ തന്നിരിക്കുന്ന ഈ പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ കൊടുത്തിരിക്കുന്നത്? കൗമി പരിന്ത അല്ലേ? കൗമി പരിന്ത എന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ ഹിന്ദുസ്ഥാനിലെ കൗമി പരിന്ത മോർ ആണ്, അഥവാ മയിലാണ് അല്ലേ, നമ്മുടെ ദേശീയ പക്ഷി. ഇനി അടുത്തത് കൗമി ജാൻവർ, കൗമി ഭൂൽ, കൗമി ഫൽ, കൗമി പേട്. ഇത്രയുമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. കൗമി ജാൻവർ എന്ന് വെച്ചാൽ ദേശീയ മൃഗം, അതുപോലെ തന്നെ ദേശീയ പുഷ്പം, ദേശീയ ഫലം, അതുപോലെ തന്നെ ദേശീയ വൃക്ഷം. അപ്പോൾ നമുക്കറിയാം, കൗമി ജാൻവർ ആരാ? ബാഗ് അഥവാ കടുവ. അടുത്തത് കൗമി പൂൽ. കൗമി പൂൽ എന്താ? കവൽ ആണ് കേട്ടോ, താമര. അടുത്തത് കൗമി ഫൽ, നമുക്കറിയാം ആം ആണ്, മാങ്ങ. അടുത്തത് കൗമി പേട് എന്താ? പീപ്പൽ, പീപ്പൽ കാ പേട്. നമ്മൾ ഇതുപോലെ കേരളത്തിൻ്റെയും പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? സംസ്ഥാന മൃഗം, സംസ്ഥാന പക്ഷി. അപ്പോൾ അതുപോലെ നമ്മുടെ ഹിന്ദുസ്ഥാനിൻ്റെയും നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അപ്പോൾ അടുത്ത ചോദ്യം ഇതാണ്. കൗമി പരിന്ത മോർ കെ ബാരെ മേ ആപ്പ് ക്യാ ജാൻതേ ഹേ? ഏക് നോട്ട് തയ്യാർ കീജിയേ. കൗമി പരിന്തയായിട്ടുള്ള മോറിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ അറിയാം? ഒരു നോട്ട് തയ്യാറാക്കുക. അപ്പോൾ നമുക്ക് കൗമി പരിന്തയെക്കുറിച്ചൊരു നോട്ട് തയ്യാറാക്കി നോക്കാം. നമ്മളപ്പോൾ മോറിനെ കുറിച്ചുള്ളൊരു നോട്ട് തയ്യാറാക്കിയിരിക്കുകയാണ്. നമുക്കറിയാം, മോർ നമ്മുടെ കൗമി പരിന്തയാണ്. അതുപോലെ തന്നെ അത് വളരെ ഭംഗിയുള്ളതാണ് അല്ലേ? അതുപോലെ തന്നെ ഭയങ്കര കളർഫുള്ളാണ്. പിന്നെ അതിൻ്റെ പീലികൾ അഥവാ അതിൻ്റെ ചിറക് അല്ലേ, അത് വളരെ നീളമുള്ളതും കളർഫുള്ളും ആണ്. അതുപോലെ തന്നെ മഴയുടെ സമയത്ത് അത് സന്തോഷിക്കാറുണ്ട് അല്ലേ, പീലിയൊക്കെ വിടർത്തിയിട്ട്. അപ്പോൾ അതെല്ലാം വെച്ചാണ് നമ്മൾ ഇവിടെ നോട്ട് തയ്യാറാക്കിയിരിക്കുന്നത് കേട്ടോ. നോക്കൂ, മോർ ഹമാര കൗമി പരിന്ത ഹേ വോ ബഹുത്ത് ഖൂബ്സൂറത്ത് ഓർ രംഗ് ബരംഗി ഹേ. നമ്മുടെ കൗമി പരിന്തയാണ് മോറ്. അത് വളരെ ഭംഗിയുള്ളതും അതുപോലെ തന്നെ കളർഫുള്ളുമാണ്. മോർ കി പരവും ബഹുത്ത് ലംബ ഓർ രംഗ് ബരംഗി ഹേ. മോറിൻ്റെ ചിറകുകൾ അഥവാ മോറിൻ്റെ ആ പീലികൾ വളരെ നീളമുള്ളതും അതുപോലെ തന്നെ കളർഫുള്ളുമാണ്. മോർ ബാരിഷ് കെ വക്ത് അപ്നെ പരോം കോ ഫൈലാ കർക്കെ ഖുഷി മനാത്തെ ഹേ. മോർ മഴയുടെ സമയത്ത് തൻ്റെ പീലികളൊക്കെ ഇങ്ങനെ വിടർത്തിയിട്ട് സന്തോഷിക്കുന്നു. അഗ്ലാ സർഗർമി ദേഖിയേ. യേ ഹിന്ദുസിതാ ഹേ ഹമാരാ വതൻ മുഹബത്ത് കി ആംഖോं കാ താരാ വതൻ. നമ്മുടെ ഈ കവിതയിലെ ആദ്യത്തെ വരികളാണിത് അല്ലേ?
നമുക്കറിയാം ഇതിലെന്താ പറയുന്നത്, ഈ ഇന്ത്യയാണ് നമ്മുടെ രാജ്യം, അതുപോലെ തന്നെ നമ്മുടെ കണ്ണിലെ താരകം പോലെ നമുക്ക് പ്രിയപ്പെട്ട നമ്മുടെ രാജ്യം അല്ലേ. ഇനി എന്താ ചെയ്യേണ്ടത്, ഇസ് ഷേർ മേ ഷാഇർ ഹിന്ദുസ്ഥാൻ കെ ബാരെ മേ ക്യാ കഹ്താ ഹേ, ബച്ചോ ഷേർ കാ മത്ലബ് അപ്നെ അൽഫാസ് മേ ലിഖിയേ. എന്താ പറഞ്ഞത്, ഈ വരികളിൽ കവി ഇന്ത്യയെക്കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഈ ഷേറിൻ്റെ മത്ലബ് എഴുതാനാണ് പറഞ്ഞത്. അപ്പം നമ്മൾ പറഞ്ഞു അല്ലേ, ഈ ഇന്ത്യയാണ് നമ്മുടെ രാജ്യം, നമുക്ക് നമ്മുടെ കണ്ണിലെ താരകം പോലെ പ്രിയപ്പെട്ട രാജ്യം. അപ്പോൾ ഇതന്നെയാണ് അതിൻ്റെ ആശയം അല്ലേ, എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ രാജ്യത്തെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട് എന്നാണ് ഇതിലെ ആശയം അല്ലേ. അപ്പം നമുക്ക് ഇതിൻ്റെ ആശയം ഒന്ന് എഴുതി നോക്കാം അല്ലേ. നോക്കൂ, നമുക്ക് എഴുതാം, യേ ഹിന്ദുസ്ഥാൻ ഹമാരാ വതൻ ഹേ അല്ലേ, നമ്മുടെ രാജ്യമാണ്. ഹം ഹമാരാ വതൻ കോ आंखों का तारा जैसे प्यार करते हैं അല്ലേ. എന്നുവെച്ചാൽ നമ്മൾ നമ്മുടെ രാജ്യത്തെ കണ്ണിലെ താരകം പോലെ സ്നേഹിക്കുന്നു. നോക്കൂ, नज्म में हिंदुस्तान की किन किन खूबियों को बयान किया गया है, नज्म का मतलब अपने अल्फाज में लिखिए. ഇതാണ് നമ്മുടെ അടുത്ത സവാൽ. എന്താ പറഞ്ഞത്, നസ്മ അല്ലേ, നമ്മുടെ പദ്യത്തിൽ ഇന്ത്യയുടെ ഏതെല്ലാം സവിശേഷതകളാണ് വിവരിച്ചിട്ടുള്ളത്. നസ്മിൻ്റെ ആശയം നമ്മുടെ സ്വന്തമായ വാക്കുകളിൽ, നമ്മുടേതായ വാക്കുകളിൽ എഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് എഴുതി നോക്കാം അല്ലേ, എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമ്മുടെ പാഠഭാഗത്തിൽ ഇന്ത്യയെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായല്ലേ. അപ്പോൾ അതിലെ കുറച്ച് വാക്കുകൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. അവ വെച്ചിട്ടുള്ള ഒരു മത്ലബും ആശയവുമാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഹിന്ദുസ്ഥാൻ, വതൻ, ആംഖോं का तारा, നദിയാ, പരന്തേ, പേട്, ഫൂൽ, ഫൽ, പൽവാരിയ അല്ലേ. എന്താ പറഞ്ഞേ, വതൻ രാജ്യം, ആംഖോं का तारा കണ്ണിലെ താരകം, നദികൾ, പക്ഷികൾ, മരം, അതുപോലെ തന്നെ പൂക്കൾ, പഴം, അതുപോലെ തന്നെ പൽവാരിയാം പൂന്തോപ്പുകൾ അല്ലേ. ഇനി ഇത് വെച്ച് നമ്മൾ ഇതൊക്കെ നമ്മുടെ ഇന്ത്യയുടെ സവിശേഷതകളാണ് അല്ലേ. അപ്പോൾ ഇതെല്ലാം വെച്ച് നമ്മൾ എഴുതിയിട്ടുണ്ട്. നോക്കൂ, ഹിന്ദുസ്ഥാൻ ഹമാരാ വതൻ ഹേ, ഇന്ത്യ നമ്മുടെ രാജ്യമാണ്. ഹം ഹമാരാ വതൻ കോ ആംഖോं का तारा जैसे प्यार करते हैं അല്ലേ, നമ്മൾ നമ്മുടെ രാജ്യത്തെ നമ്മുടെ കണ്ണിലെ താരകത്തെ പോലെ സ്നേഹിക്കുന്നു. യഹാ തരാ തരാ കെ പേടവും ഫൽ ഫൂൽ ഓർ പൗദേ ഹോത്തേ ഹെ, ഇവിടെ പലതരത്തിലുള്ള മരങ്ങളും പഴങ്ങൾ, പൂക്കൾ, അതുപോലെ തന്നെ ചെടികൾ ഒക്കെ ഉണ്ട്. हिंदुस्तान में मोर, कोयल जैसे परिंदों और गंगा जमुना जैसे नदियाँ है. ഇന്ത്യയിൽ മോർ, കോയൽ തുടങ്ങിയ പക്ഷികളും അതുപോലെ തന്നെ ഗംഗ, ജമുന തുടങ്ങിയ നദികളുമൊക്കെ ഉണ്ട്. വതൻ കാ പ്യാർ ഓർ മാം കാ പ്യാർ ദോനോ ഏക് ഹി ഹെ, അമ്മയോടുള്ള സ്നേഹം അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ സ്നേഹം അതുപോലെ തന്നെ അമ്മയുടെ സ്നേഹം രണ്ടും ഒന്ന് തന്നെ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കവിതയുടെ ആശയമായിട്ട് നമ്മൾ എഴുതിയിട്ടുള്ളത്. ഇനി ഇതിലെ അടുത്ത പ്രവർത്തനം, നസ്മ ഔർ സേ പഠിയേ ഓർ ഹമാവാസ് അൽഫാസ് ചുൻകർ ലിഖിയേ. നമ്മുടെ പദ്യം നല്ല ശ്രദ്ധയോടുകൂടെ വായിച്ചിട്ട് ഇതിലെ ഹമാവാസ് അൽഫാസുകൾ തിരഞ്ഞെടുത്ത് എഴുതുക. ഇവിടെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്, തയ്യാരിയ, പൽവാരിയ അല്ലേ. ഇനി എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള ഹമാവാസ് അൽഫാസുകൾ കണ്ടുപിടിച്ചിട്ട് അവയുടെ സഹായത്താൽ കുറച്ച് വരികൾ, മൗസൂം മുസ്രിയെ ബനായിയെ, സമാന വരികൾ നിർമ്മിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ഈ കവിതയിലെ ഹമാവാസ് അൽഫാസുകൾ കണ്ടുപിടിക്കണം. അതിനുശേഷം അവയുപയോഗിച്ച് സമാന വരികൾ നിർമ്മിക്കണം. നോക്കാം അല്ലേ. ഇതിലെ ഹമാവാസ് അൽഫാസുകളായിട്ട് വരുന്നത് നമുക്കറിയാം, ഹമാര, പ്യാര അല്ലേ. അതുപോലെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹമാര താര എന്നെഴുതാം. അതുപോലെ തയ്യാരിയാം, അതുപോലെ തന്നെ പൽവാരിയാം നേരത്തെ പറഞ്ഞു അല്ലേ. ഇനി അടുത്തത് നോക്കാം അല്ലേ. ഇനി ഇതിലെ നോക്കൂ, ജൂംന, അതുപോലെ തന്നെ ചൂംന, പിന്നെ മോർ, അതേപോലെ സോർ, പിന്നെ ബഹാർ, പ്യാർ,
ഇതൊക്കെ ഇതിലെ ഹമാവാസ് അൽഫാസുകളാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ച് നമുക്ക് സമാന വരികൾ നിർമ്മിച്ച് നോക്കാം. അപ്പോൾ നമ്മുടെ പാഠഭാഗത്ത് വന്നിട്ടുള്ള എല്ലാ ഹമാവാസ് അൽഫാസുകളും ഇവിടെ എടുത്തെഴുതിയിട്ടുണ്ട്. ഇവയുപയോഗിച്ചിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു 6 വരി കവിതയും ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. നോക്കൂ, നമുക്കിതിൻ്റെ അർത്ഥമൊക്കെ അറിയാം അല്ലേ? നമ്മുടെ, താരകം, പ്രിയപ്പെട്ട, മയിൽ, ശക്തി, അതുപോലെ തന്നെ തയ്യാരിയാം എന്ന് പറഞ്ഞാൽ തയ്യാറെടുപ്പ് അല്ലെങ്കിൽ ഒരുക്കം, പൽവാരിയാം എന്ന് പറഞ്ഞാൽ പൂന്തോപ്പ്, അതുപോലെ തന്നെ ആടുക, അതുപോലെ തന്നെ ചുംബിക്കുക, അതുപോലെ വസന്തം, പ്യാർ, സ്നേഹം. ഇനി ഇത് വെച്ച് നമ്മൾ തയ്യാറാക്കിയ വരികളാണിത്. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയെക്കുറിച്ചാണ് കവിത എഴുതുന്നത് അല്ലേ? ഹിന്ദുസ്ഥാനെക്കുറിച്ചുള്ള കവിതയാണ്. അപ്പോൾ പ്യാര, താര എന്നൊക്കെ നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയെ വിവരിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകളാണ് അല്ലേ? അതുപോലെ തന്നെ നമ്മുടെ തയ്യാരിയ, പൽവാരിയാം എന്നൊക്കെ പറയുന്നത്, ഇതിലെ തയ്യാരിയാം, പൽവാരിയാം. തയ്യാരിയാം നമുക്കുണ്ട് ദർഹത്തോങ്കി തയ്യാരിയാം, നമുക്കതിനെ വേറൊരു രീതിയിലേക്ക് ആക്കിയാണ്. ദർഹത്തിൻ്റെ വേറൊരു വാക്കാണ് പേട്. അപ്പോൾ അങ്ങനെയാണ് ഈ വരി തയ്യാറാക്കിയിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ പൽവാരിയ എന്ന് പറഞ്ഞാൽ പൂന്തോപ്പുകൾ. നമുക്കറിയാം, പൂന്തോപ്പിൽ എപ്പോഴും പൂക്കളാണ് ഉണ്ടാവുക അല്ലേ? അപ്പോൾ പൂക്കളാണ് പൂന്തോപ്പിൽ. അപ്പോൾ അത് വെച്ചാണ് ഈ വരി തയ്യാറാക്കിയിരിക്കുന്നത്. അതുപോലെ ബഹാറും പ്യാർ വെച്ചും തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിൽ ബഹാർ, വസന്തം എന്ന് പറയുമ്പോൾ നമുക്കറിയാം സുഗന്ധം പരക്കുന്ന കാലമായിരിക്കും അല്ലേ? പൂക്കളൊക്കെ വിരിഞ്ഞ് മണമൊഴുകുന്നൊരു കാലമാണ് നമ്മുടെ ബഹാർ എന്ന് പറയുന്നത്. അതുപോലെ പ്യാർ വെച്ചിട്ട്, അതിൻ്റെ ഹമാവാസ് അൽഫാസായിട്ടുള്ള പ്യാർ വെച്ചിട്ടുള്ള അടുത്ത വരിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്ന് ചൊല്ലി നോക്കാം. ഹമാര പ്യാര ഹിന്ദുസ്ഥാൻ, ഹമാര താര ഹിന്ദുസ്ഥാൻ, पेड़ पौधों के तैयारियाँ, फूल भरे वो पलवारियाँ, खुशबू फैलाते बहार की तरह, प्यार बिखेरता यहाँ की जगह. എന്താ പറഞ്ഞത്? നമ്മുടെ പ്രിയപ്പെട്ട ഇന്ത്യ, നമ്മുടെ താരകമായ ഇന്ത്യ അല്ലേ? പേട് പൗധയുടെ ആ ഒരുക്കം, അതുപോലെ തന്നെ പൂക്കൾ നിറഞ്ഞിട്ടുള്ള പൂന്തോപ്പുകൾ, പിന്നെയോ ഖുഷ്ബു പൈലാത്തെ ബഹാർ കി തര എന്ന് വെച്ചാൽ സുഗന്ധം പരത്തുന്ന വസന്തം പോലെ, പ്യാർ ബിക്കേത്ത യഹാ കി ജഗ, സ്നേഹം ഒഴുകുന്നു ഇവിടെ മുഴുവൻ, അല്ലെങ്കിൽ ഈ സ്ഥലങ്ങൾ മുഴുവൻ, ഇവിടെ മുഴുവനും. അപ്പോൾ ഇതുപോലെ നമുക്കും ഇതിലെ ഹമാവാസ് അൽഫാസുകൾ ഉപയോഗിച്ചിട്ട് വളരെ ചെറിയ രീതിയിലുള്ള കവിത തയ്യാറാക്കാൻ പറ്റും. ഇതൊക്കെ വളരെ സിമ്പിളാണ്. നോക്കൂ, ഹമാര പ്യാര ഹിന്ദുസ്ഥാൻ, ഹമാര താര ഹിന്ദുസ്ഥാൻ, വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ എഴുതിയ കവിത. ഇനി നിങ്ങളും ഇതുപോലെയുള്ളത് തയ്യാറാക്കി നോക്കുക. ഇനി നമ്മുടെ അടുത്ത പ്രവർത്തനം ദീഗർ സർഗർമിയാണ്, അഥവാ തുടർ പ്രവർത്തനമാണ്. നോക്കൂ, ബച്ചോ ഉർദു में बहुत शायरों ने हुब्बे वतन पर नज़में लिखी है, चंद कौमी गीत जमा करके मेरी आवाज़ सुनो പ്രോഗ്രാം മുൻഅക്കിദ് കീജിയെ. എന്താ പറഞ്ഞത്? ഉറുദുവിൽ ദേശസ്നേഹം തുളുമ്പുന്ന കവിതകൾ എഴുതിയിട്ടുള്ള ഒരുപാട് കവികളുണ്ട്. കുറച്ച് ദേശഭക്തി ഗാനങ്ങൾ ശേഖരിച്ചിട്ട് മേരി ആവാസ് സുനോ എന്നുള്ള പരിപാടി നടത്താനാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഓരോരോ ഹുബ്ബെ വത്തൻ ഗാനങ്ങൾ അല്ലെങ്കിൽ ഓരോരോ കൗമി ഗീതുകൾ ശേഖരിച്ച് പഠിച്ചു വരിക. എന്നിട്ട് അവ എല്ലാവരും പാടി അവതരിപ്പിക്കുക. അപ്പോൾ ഒരുപാടുണ്ട് കേട്ടോ, ഒരുപാട് കവികളുണ്ട്. നമ്മളിപ്പോൾ പഠിച്ചത് പണ്ഡിറ്റ് ബ്രിജ് നാരായൺ ചക്പസതാണ്. അതുപോലെ നമ്മൾ ഈ പാഠം എടുക്കുമ്പോൾ സാരേ ജഹാൻ സെ അച്ഛാ ഇക്ബാലിൻ്റെ ഉണ്ട്. അപ്പോൾ ഒരുപാട് പേരുടെ കവിതകൾ നമുക്ക് കിട്ടും. നമ്മൾ അതെല്ലാം ശേഖരിച്ച് നമ്മുടെ സ്കൂളുകളിൽ അവതരിപ്പിക്കുക. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്ററും അതുപോലെ തന്നെ നമ്മുടെ ഈ യൂണിറ്റും അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഹുദാ ഹാഫിസ്.